ആറ്റുകാൽ പൊങ്കാല വിവാദത്തിൽ മേയറുടെ വാദം തള്ളി കളക്ടറുടെ റിപ്പോർട്ട്. 3 ദിവസം എടുത്താണ് മാലിന്യം നീക്കിയതെന്നും ക്ഷേത്ര പരിസരത്തെ ചില ഭാഗങ്ങളിൽ മാലിന്യവും ചുടുകല്ലും ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മാലിന്യം നീക്കം ചെയ്യേണ്ടത് ട്രസ്റ്റ് എന്നാണ് കോർപ്പറേഷൻ വാദം. ജില്ലാ കളക്ടർ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. MJ പ്രതീഷുണ്ട്. MJ പ്രതീഷ്, സാധാരണ ആറ്റുകാൽ പൊങ്കാല നടന്നാൽ നമ്മളൊക്കെ അഭിമാനിച്ചിരുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റുകാൽ പൊങ്കാല നഗരം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കുന്നതാണ്. നമ്മളൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ്. അതിനിക്കുറി വീഴ്ച വരുന്നു. BJP കോർപ്പറേഷൻ ഭരിച്ചു തുടങ്ങിയ അതേ വർഷം. പക്ഷേ മേയർ പറഞ്ഞത് എല്ലാം വൃത്തിയാക്കിയിരുന്നു എന്നാണ്. കളക്ടറുടെ റിപ്പോർട്ട് മേയറുടെ വാദത്തെ ഖണ്ഡിക്കുകയാണോ പ്രതീഷ്? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ, ആക്ഷേപങ്ങളാണ് തിരുവനന്തപുരത്ത് ഉയരുന്നത്. മേയർ VV രാജേഷും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ വാക്പോരും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ശുചീകരണത്തിൽ അന്വേഷണം നടത്താൻ RDOയെ വിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തുന്നത്. പക്ഷേ RDO നൽകിയ റിപ്പോർട്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് വലിയ ആക്ഷേപങ്ങൾ ഇല്ല എന്നതായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ആ റിപ്പോർട്ടിൽ മന്ത്രിക്ക് അതൃപ്തി വന്നതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ 3 ദിവസം എടുത്താണ് തിരുവനന്തപുരം നഗരം ശുചിയാക്കിയത് എന്നതാണ് ജില്ലാ കളക്ടർ പറയുന്നത്. നേരത്തെ കോർപ്പറേഷൻ ഉൾപ്പെടെ അവകാശപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ നഗരത്തെ പ്രധാന ഇടങ്ങളൊക്കെ തന്നെ ശുചിയാക്കിയിരുന്നു. ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്തിരുന്നു എന്നതാണ് കോർപ്പറേഷന്റെയും മേയറുടെയും വാദം. പക്ഷേ ആ വാദം തള്ളുന്നതാണ് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട്. ഈ 3 ദിവസം എടുത്ത് പൂർണ്ണമായും നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ. ഒപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപത്തെ പലയിടങ്ങളിൽ ഇപ്പോഴും മാലിന്യങ്ങളും ചുടുകല്ലുമുണ്ട്. ഒപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോയ മാലിന്യങ്ങൾ പലയിടത്തും കൂട്ടിയിട്ടിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. താങ്ക് യു. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മേയറുടെ വാദത്തെ കളക്ടറുടെ റിപ്പോർട്ട് ഖണ്ഡിക്കുന്നു. എത്ര വേഗം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു പൊങ്കാലയ്ക്ക് ശേഷമുള്ള തിരുവനന്തപുരമാണ്. അതിനകത്താണ് ചെറിയ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്. പരിചയക്കുറവാണ്.